അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ കുറേ സംഭവം നട്ടു വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിന് അടുത്ത് നടുന്ന മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് ഗ്രോ ബാഗിലും പല പല പാത്രങ്ങളിലൊക്കെ ആയിട്ട് നട്ടു വയ്ക്കണം. കാരണം നമ്മൾ നിലത്ത് നട്ടിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിലും റിസൾട്ട് ഉണ്ട്, അത് വേറെ കാര്യം. പകുതി മുക്കാലോളം എലി തിന്നുന്നുണ്ട് കേട്ടോ. എലിയാണോ എന്തോ ഒരു ജീവി ഒന്ന് തിന്ന് തീർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പരീക്ഷണാർത്ഥം ഇങ്ങനെ ഗ്രോ ബാഗ് നട്ട് നോക്കിയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ നമ്മളൊരു 10-20 ഗ്രോ ബാഗ് നട്ടാൽ കൂടുതൽ വിളവ് നമുക്ക് കിട്ടും കേട്ടോ. ഒറ്റ ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് ഇത്രയും കിട്ടി. അപ്പോൾ ഒരു 10-20 എണ്ണം നടുവാണെങ്കിൽ നമുക്കൊരു 8-10 കിലോ അടുത്ത് നമുക്ക് കിട്ടും വിളവ്. ഈ കിഴങ്ങ് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ പുഴുങ്ങിയും കഴിക്കാം. പിന്നെ ഇതുകൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കും. പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ നോർമൽ കൂവക്കഴിഞ്ഞും നല്ല ഔഷധ ഗുണമുണ്ട് ഇതിന്. അതുപോലെ ആരോ റൂട്ട് എന്ന് പറയാൻ കാരണം ഒരു ആരോ രൂപത്തിലാണ് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കിഴങ്ങുകൾ ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ആരോ റൂട്ട് എന്നുള്ള പേര്